നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിലവിൽ ജനനായകൻ സിനിമ ലീക്കായി. പലർക്കും ഉള്ളൊരു ഡൗട്ടാണ്, ഈ ഒരു സിനിമ ആരാണ് ലീക്കാക്കിയത്, എങ്ങനെയാണ് ഇത് പെട്ടെന്ന് ലീക്കായത്, അതുപോലെ ഇൻസ്റ്റയിലല്ല സിനിമയ്ക്ക് കോടികളുടെ നഷ്ടം എന്നെല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ ഒരു സിനിമയ്ക്ക് 400 കോടിക്കടുത്ത് ബഡ്ജറ്റുണ്ട്. ഇങ്ങനെ ഒരു സിനിമ ലീക്കായ സിനിമയുടെ OTT റൈറ്റ്സ് എങ്ങനെയായിരിക്കും, തിയേറ്റർ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയായിരിക്കും, ഇതെല്ലാം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതെങ്ങനെ ലീക്കായെന്ന് നോക്കാം. ഒരു സിനിമ ലീക്കായെന്ന് പറയുമ്പോൾ പലരും കരുതുന്നത് ഏതോ ഒരുത്തൻ ക്യാമറ വഴി റെക്കോർഡ് ചെയ്തു അതെടുത്ത് ടെലഗ്രാമിൽ ഇട്ടു എന്നാണ്. ഈ ഒരു മെത്തേഡിലാണ് ശരിക്കും പറഞ്ഞാൽ ഭൂരിഭാഗം സിനിമയിൽ ലീക്കായിട്ടുള്ളത്. എല്ലാ സിനിമയും റിലീസ് ആവുന്നതിന് മുമ്പ് സെൻസർ ബോർഡിന് അയച്ചു കൊടുക്കണം. ജനനായകൻ സിനിമയും അങ്ങനെ അയച്ചിരുന്നു. അപ്പോൾ ഈ സെൻസർ ബോർഡ് മെമ്പേഴ്സ് ഒരു ചെറിയ സ്ക്രീൻ യൂസ് ചെയ്തു തിയേറ്റർ പോലെ ഈ ഒരു സിനിമ കാണും. അധികം ആളുകൾ ഉണ്ടാവില്ല, ഒരു 4-5 മെമ്പേഴ്സ്. ഇവർക്ക് ഒരു ദിവസം തന്നെ മൾട്ടിപ്പിൾ സിനിമകൾ, ഷോർട്ട് ഫിലിംസ്, പരസ്യങ്ങൾ ഇതെല്ലാം കാണണം. എല്ലാ സിനിമയും സെയിം മെമ്പേഴ്സ് അല്ല കാണുന്നത്, ഓരോ ടൈമിലും റൊട്ടേഷൻ ഉണ്ടാവും. അപ്പോൾ ജനനായകൻ സിനിമ സ്ക്രീനിങ്ങിന് വേണ്ടി വന്നു എന്ന് കരുതുക. അപ്പോൾ സിനിമ കാണുന്ന മെമ്പേഴ്സ് ഏതെങ്കിലും ഒരാൾ സീക്രട്ടായി മൊബൈൽ യൂസ് ചെയ്തു അല്ലെങ്കിൽ മിനി ക്യാമറ യൂസ് ചെയ്തു അത് റെക്കോർഡ് ചെയ്തു എന്ന് കരുതുക. ശേഷം ടെലഗ്രാമിൽ ഇട്ടു. ഈ ഒരു മെത്തേഡിനെ പറയുന്ന പേരാണ് ക്യാമറ പ്രിന്റ്. ജനനായക സിനിമ ഇങ്ങനെ ലീക്കാവാമെന്നാണ് ആദ്യം പ്രൊഡക്ഷൻ ടീം കരുതിയത്. പിന്നെയാണ് മനസ്സിലായത് ലീക്കായത് ക്യാമറ പ്രിന്റ് അല്ല, അത് ഒറിജിനൽ HD പ്രിന്റ് ആണ്. മാത്രമല്ല സെൻസർ ബോർഡ് പറയുന്നത് ഈ ഒരു സിനിമ ഇവിടെ നിന്ന് ലീക്കാവാനുള്ള ചാൻസ് വളരെ കുറവാണെന്നാണ്. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ വളരെ സ്ട്രിക്റ്റ് റൂൾസ് ആണെന്നാണ്. ഇത് ഏകദേശം ശരിയായ ഒരു കാര്യമാണ്. ഇന്ന് റിലീസിന് മുന്നേ ക്യാമറ പ്രിന്റ് ഇറങ്ങിയാൽ അത് ഈസിയായി കണ്ടുപിടിക്കാം. കുറച്ച് മെമ്പേഴ്സേ ഉണ്ടാവാറുള്ളൂ. മെമ്പേഴ്സിന്റെ പേര്, സ്ക്രീൻ ചെയ്ത ഡേറ്റ്, അതുപോലെ ഫോൺ ഇന്ന് അലൗഡ് അല്ല. ചില ടൈമിൽ മെറ്റൽ ഡിറ്റക്ടർ യൂസ് ചെയ്യും. ഏറ്റവും മെയിനായി നിലവിൽ സ്ക്രീനിങ് ചെയ്യുന്ന ടൈമിൽ ഒരു ഇൻവിസിബിൾ വാട്ടർമാർക്ക് ഉണ്ടാവും. അപ്പോൾ റിലീസിന് മുന്നേ ഇന്ന് ക്യാമറ പ്രിന്റ് ലീക്കായാൽ അത് ഈസിയായി കണ്ടുപിടിക്കാം. പിന്നെ ക്യാമറ പ്രിന്റ് വരേണ്ടത് റിലീസിന് ശേഷമാണ്. റിലീസിന് ശേഷമുള്ള ക്യാമറ പ്രിന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരുത്തൻ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു സീക്രട്ട് ക്യാമറ അല്ലെങ്കിൽ മൊബൈൽ വഴി റെക്കോർഡ് ചെയ്യും. തിയേറ്ററിന്റെ അകത്തുള്ള ക്യാമറാസിന് ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അയാൾക്ക് ഇതും കൊണ്ട് ഇറങ്ങി വരാൻ കഴിയും. ഇനി എങ്ങാനും അവർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല, അവർ കോളറിന് കയറി പിടിക്കും, പിന്നീട് നേരെ ജയിലിലേക്ക്. അപ്പോൾ ജനനായക സിനിമ റിലീസിന് മുന്നേ HD പ്രിന്റ് ആണ് ലീക്കായത്, അതായത് ഒറിജിനൽ ഫയൽ ലീക്കായി. ഇത് കണ്ടുപിടിക്കാൻ അല്പം പണിയാണ്. കാരണം ഒരു സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ പല സ്റ്റേജിലൂടെ കടന്നുപോകും. ഷൂട്ടിംഗ് കഴിഞ്ഞ് എഡിറ്റിങ്ങിന് കയറ്റിയെന്ന് കരുതുക. എഡിറ്റിംഗ് റൂമിൽ ഏറ്റവും കുറഞ്ഞത് 2 മുതൽ 5 ആളുകൾ ഉണ്ടാവും. ഇവിടെ വെച്ച് ആരെങ്കിലും ഈ ഒരു സിനിമ കോപ്പി ചെയ്താൽ സിനിമയുടെ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടില്ല. സിനിമയിലെ സീനുകൾ കിട്ടുമെങ്കിലും അതൊരു സിനിമയായിട്ടില്ല. പിന്നെയുള്ളതാണ് VFX സ്റ്റേജ്. ഇവിടെ വെച്ച് ആരെങ്കിലും കോപ്പി ചെയ്താൽ ഏകദേശം ഫൈനൽ ആവാറായി, പക്ഷെ സൗണ്ട് ക്വാളിറ്റി വളരെ മോശമായിരിക്കും. ഇവിടെ ഏകദേശം ഏറ്റവും കുറഞ്ഞത് ഒരു 30 മെമ്പേഴ്സ് എങ്കിലും ഉണ്ടാവും. പിന്നെയുള്ളതാണ് സൗണ്ട് മിക്സിംഗ്. ഇവിടെ ഏകദേശം 5 മുതൽ 10 ആളുകൾ ഉണ്ടാവും. ഇവിടെ വെച്ച് ആരെങ്കിലും കോപ്പി ചെയ്താൽ ഏകദേശം സിനിമ ഫൈനൽ ഔട്ട്പുട്ട് ആയിരിക്കും. പിന്നെയുള്ള സ്റ്റേജാണ് ഫൈനൽ ടച്ചായ കളർ ഗ്രേഡിംഗ്. ഇവിടെ വെച്ച് ആരെങ്കിലും കോപ്പി ചെയ്താൽ അത് ഏകദേശം ഒരു ഫൈനൽ മൂവി ആയിരിക്കും. ഒരുപാട് സിനിമകൾ ഈ കളർ ഗ്രേഡിംഗ് ടൈമിൽ ലീക്ക് ആയിട്ടുണ്ട്. പിന്നെയുള്ള പരിപാടിയാണ് ഫൈനൽ മാസ്റ്ററിംഗ്. അതായത് ഈ ഒരു ഫൈനൽ സിനിമ പ്രൊഡ്യൂസേഴ്സ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, സെൻസർ ബോർഡ് ഇവർക്കൊക്കെ അയച്ചു കൊടുക്കുന്ന പരിപാടിയാണ്. ഈ ഒരു സ്റ്റേജിൽ ഏറ്റവും കുറഞ്ഞത് 3 മുതൽ 8 മെമ്പേഴ്സ് ഉണ്ടാവും. ഇവിടെ വെച്ച് സിനിമ ലീക്കായാൽ അതൊരു പെർഫെക്റ്റ് ഫൈനൽ ക്വാളിറ്റി ആയിരിക്കും. ഇതുപോലെ പ്രൊഡ്യൂസറിന് അയച്ചു കൊടുക്കുമ്പോൾ ആ ഒരു പ്രൊഡ്യൂസർ കോപ്പി പ്രൊഡ്യൂസർ, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ, ഡയറക്ടർ, സൂപ്പർവൈസർ അങ്ങനെ കുറച്ച് മെമ്പേഴ്സിന് ആ ഒരു ഫയലിൽ ആക്സസ് ഉണ്ടാവും. ഇതുപോലെ OTT ടീമിന് അയച്ചു കൊടുക്കും, ഡിസ്ട്രിബ്യൂഷൻ ടീമിന് അയച്ചു കൊടുക്കും. അങ്ങനെ ഇത്രയും സ്റ്റേജുകളുണ്ട്. എവിടെ വെച്ച് വേണമെങ്കിലും ലീക്ക് ആവാം. പലരും സെൻസർ ബോർഡാണ് ഒരു ബ്ലാക്ക് ഷീപ്പ് എന്നൊക്കെ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ അറിയേണ്ട കാര്യം സെപ്പറേറ്റ് ആയി ഇത്രയും ലൂപ്പോളുകളുണ്ട്. നിലവിൽ ഇതിന്റെ ഇൻവെസ്റ്റിഗേഷൻ സിനിമയിലെ ഫൈനൽ സ്റ്റേജുകൾ ഒരു പ്രൈമറി ടാർഗറ്റായി നോക്കുന്നുണ്ട്. ഇനി ലീക്കായ ഒരു സിനിമ തിയേറ്ററിൽ വിജയം നേടിയാൽ കോടികളുടെ ഫിനാൻഷ്യൽ ലോസ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ അതിന് ടെക്നിക്കലി ഹൈ ചാൻസ് ആണ്. ജനനായകൻ സിനിമയുടെ ബഡ്ജറ്റ് അറൌണ്ട് 400 കോടിയാണ്. അപ്പോൾ സിനിമ ഏറ്റവും കുറഞ്ഞത് ഒരു 600-700 കോടി എന്തായാലും കളക്ഷൻ നേടണം. 600 കോടി കളക്ഷൻ നേടിയെന്ന് കരുതുക. ഈ 600 കോടി 2ആയി സ്പ്ലിറ്റ് ചെയ്യും. 300 കോടി പ്രൊഡ്യൂസറിന്, 300 കോടി തിയേറ്റർ ഓണേഴ്സിന്. അപ്പോൾ 400 കോടി മുടക്കിയ പ്രൊഡ്യൂസറിന് 300 കോടി കയ്യിൽ കിട്ടിയെന്ന് കരുതുക. അതായത് തിയേറ്ററിലോടി 600 കോടി കളക്ഷൻ നേടി, പ്രൊഡ്യൂസറിന്റെ കയ്യിൽ 300 കോടി കിട്ടി. ഇത് കഴിഞ്ഞ് പ്രൊഡ്യൂസറിന് OTT മ്യൂസിക്, സാറ്റലൈറ്റ് അങ്ങനെയും പൈസ കിട്ടും.
അതും ഒരു 300 കോടി ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസറിന് ടോട്ടൽ 600 കോടി പ്രോഫിറ്റ് കിട്ടി. അപ്പോൾ സിനിമയുടെ കളക്ഷൻ കൂടി കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിന്റെ പ്രോഫിറ്റ് മാക്സിമം കൂടും. വിജയണ്ണന്റെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ അത് ലിയോ സിനിമയാണ്. കളക്ഷൻ 600 കോടിക്ക് മേലെ. മാത്രമല്ല വിജയണ്ണൻ രജനീകാന്തിനല്ല OTT മ്യൂസിക് സാറ്റലൈറ്റ് അങ്ങനെ 300 കോടിക്കടുത്ത് എക്സ്ട്രാ കിട്ടാറുണ്ട്. അപ്പോൾ ജനനായകൻ സിനിമ ലീക്ക് ആയില്ല എന്ന് കരുതുക. അപ്പോൾ ഒരു 600-700 കോടി കളക്ഷൻ നേടിയ അതൊരു വിജയമായി കണക്കാക്കുക. കാരണം പ്രീ ബിസിനസ്സിലൂടെ എക്സ്ട്രാ പൈസ വേറെ കിട്ടും. ഇനി നിലവിലെ കാര്യം നോക്കിയാൽ സിനിമയുടെ HD പ്രിന്റ് ലീക്കായി. അപ്പോൾ ഇവിടെ ചെറിയ ചില റിസ്ക് ഉണ്ട്. അതായത് ഈ ഒരു കാരണം കൊണ്ട് തിയേറ്റർ കളക്ഷൻ 100 കോടിയെങ്കിലും കുറഞ്ഞാൽ അത് ഹൈ റിസ്ക് ആണ്, ഒരു വലിയ ലോസ് തന്നെയാണ്. മറ്റൊരു കാര്യമാണ് പ്രീ ബിസിനസ്. ഇവിടെ നന്നായി എഫക്റ്റീവ്. കാരണം ഈ OTT ആപ്സ് എപ്പോഴും ചോദിക്കണ പൈസ തരണമെന്നില്ല. ഈ രാമായണ സിനിമ തന്നെ അവർ പറഞ്ഞത് 700 കോടിയാണ്. പക്ഷെ പ്രൊഡ്യൂസറായ നമിത് മൽഹോത്ര ആ ഒരു ഡീലിന് ഓക്കെയല്ല. ആള് പറയുന്നത് 2 സിനിമയ്ക്കും കൂടി 4000 കോടി. അതായത് ഒരു സിനിമയ്ക്ക് 2000 കോടി ബഡ്ജറ്റ് ഉണ്ട്. അപ്പോൾ മിനിമം 1000 കോടിയെങ്കിലും കിട്ടണമെന്നാണ്. ഇനി ഈ ഒരു സിനിമ വലിയൊരു വിജയം നേടിയാൽ OTT-കാർ ചിലപ്പോൾ 1000 കോടി കൊടുത്ത് വാങ്ങിയെന്ന് വരെ. അപ്പോൾ ജനനായകൻ സിനിമ HD പ്രിന്റ് ലീക്ക് ആയതുകൊണ്ട് OTT വാല്യൂ എന്തായാലും എഫക്ട് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷെ തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയാൽ ഇതൊരു സൂപ്പർ സ്റ്റാർ പടമായതുകൊണ്ട് OTT വാല്യൂ അങ്ങനെ വലിയ രീതിയിൽ കുറയില്ല. എന്തായാലും ചെറിയൊരു കുറവുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെയുള്ളതാണ് സാറ്റലൈറ്റ്, അതായത് TV റൈറ്റ്സ്. ഇവിടെയും കുറവുണ്ടാവുമെങ്കിലും ഇത് OTT വെച്ച് നോക്കുമ്പോൾ ഒരു അല്പം കൂടി സേഫ് ആണ്. കാരണം വിജയണ്ണന് നല്ലൊരു ഫാമിലി സപ്പോർട്ട് ഉണ്ട്. അപ്പോൾ TV ഓഡിയൻസ് എപ്പോഴും ഉണ്ടാവും. പിന്നെയുള്ളതാണ് മ്യൂസിക്. ഇത് ഏകദേശം സേഫ് സോണാണ്. കാരണം ഇവർ നോക്കുന്നത് സിനിമ വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നല്ല, സിനിമയുടെ പാട്ടുകൾ എത്രമാത്രം പോപ്പുലർ ആണ് എന്ന് മാത്രമാണ്. ഇതുപോലെയുള്ള മറ്റൊരു എക്സ്പീരിയൻസ് ആണ് കബാലി സിനിമ. ഈ ജനനായക സിനിമ ലീക്കായപ്പോൾ രജനീകാന്തും മറ്റു നടന്മാരും ഈ ഒരു സിനിമ ടീമിന് നല്ലൊരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. രജനീകാന്തിന് ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്. ഇതുപോലെ കബാലി സിനിമ ലീക്കായിട്ടുണ്ട്. കബാലി സിനിമ നമുക്കറിയാം, അതിന്റെ ട്രെയിലറും മ്യൂസിക്കും പാൻ ഇന്ത്യൻ വൈറലായിരുന്നു, ഇന്ത്യക്ക് പുറത്തും വൈറലായിട്ടുണ്ട്. ആ ഒരു വർഷത്തെ ട്രെൻഡ് ആയിരുന്നു കബാലി. പക്ഷെ ലീക്കായെങ്കിലും ഇത് കളക്ഷനെ ബാധിച്ചില്ല. 100 കോടിക്കടുത്ത് ബഡ്ജറ്റുള്ള സിനിമ ഒരു മിക്സഡ് റെസ്പോൺസിൽ 300 കോടിക്ക് മേലെ കളക്ഷൻ നേടി. നോർത്ത് ഇന്ത്യയിൽ നിന്ന് 50 കോടിക്കടുത്ത് കളക്ഷൻ നേടി. ഈ ഒരു സിനിമ എങ്ങാനും പോസിറ്റീവ് ആയിരുന്നെങ്കിൽ എന്തിരൻ സിനിമ പോലെ ഒരു പാൻ ഇന്ത്യൻ ഹിറ്റ് ആവുമായിരുന്നു. ഇൻട്രോ എല്ലാം വളരെ മാസമായിരുന്നു. പക്ഷെ പിന്നീട് സിനിമ സ്ലോ ആയി. എന്തായാലും പ്രോഫിറ്റ് കിട്ടി. ഇതുപോലെ ജനനായക സിനിമയ്ക്കും കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.